റാബിത്തത്തുൽ അറബിയ അസഖാഫയെ തെറ്റിദ്ധരിപ്പിച്ച് ചേളാരി പോസ്റ്റുകൾ ചേളാരി വിഭാഗം വീണ്ടും വെട്ടിലാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ജിദ്ദയിൽ നടന്ന അറബ് പ്രതിനിധികൾ പങ്കെടുത്ത ഇഫ്താർ സംഗമത്തിൽ കാന്തപുരം ഉസ്താദിനെ റാബിത്തത്തുൽ അറബിയ അസഖാഫയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപനം നടത്തിയത്. സാംസ്കാരിക ചിന്ത സാഹിത്യ മേഖലയിലെ അറബ് അന്താരാഷ്ട്ര സംഘടനയായ 17 അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന റാബിത്തത്തുൽ അറബിയ അസഖാഫയിൽ ഇന്ത്യക്ക് അംഗത്വം നൽകാനും കാന്തപുരത്തെ ഇന്ത്യയുടെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കാനും തീരുമാനിച്ചതായി സംഘടനയുടെ കാര്യദർശി ഷെയ്ഖ് ഡോക്ടർ ഫഹദ് അൽ ഹദലിയാണ് ചടങ്ങിൽ പ്രഖ്യാപിച്ചത്. എന്നിരിക്കെ വഹാബി സൃഷ്ടിയായ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയ എന്ന സംഘടനയിലാണ് കാന്തപുരം അംഗത്വം സ്വീകരിച്ച് എന്ന കുപ്രചരണമാണ് ചേളാരി വിഭാഗം നടത്തുന്നത്. വഹാബി സൃഷ്ടിയായ റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമിയ എന്ന സംഘടനയുടെ പേര് പ്രഖ്യാപന വേദിയിൽ പരാമർശിച്ചിട്ടുപോലുമില്ല. സംഘടനയുമായി റാബിത്തത്തുൽ അറബിയ അസഖാഫക്ക് ബന്ധവുമില്ല. വളരെ വ്യക്തമായി റാബിത്തത്തുൽ അറബിയ അസഖാഫ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘടനയുടെ കാര്യദർശി പ്രഖ്യാപനം തുടങ്ങുന്നത്. الرابطة العربية للثقافة والأدب هي رابطة تمثل العرب جميعا. الرابطة العربية للثقافة والأدب الرابطة العربية للثقافة والأدب هي رابطة تمثل العرب جميعا. ചേളാരി വിഭാഗത്തിന് അറബി ഭാഷയിലുള്ള പരിജ്ഞാനക്കുറവാണ് ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം. വാർത്താ ഗൾഫ് മാധ്യമങ്ങൾ വൻ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. വഹാബി സംഘടനയുമായി ബന്ധപ്പെടുത്തി കാന്തപുരത്തെ കരിവാരിത്തേക്കാനുള്ള ക്ലിപ്പ് വീരന്മാരുടെ നേതൃത്വത്തിൽ ചേളാരി വിഭാഗം നടത്തിയ കുൽസിത ശ്രമമാണ് ഇതോടെ പൊളിഞ്ഞിരിക്കുന്നത്. ജലീൽ മടവൂർ, KMIC ന്യൂസ്.